ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബെഡ്റൂമിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് മെഷർമെൻറ്റ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ അറ്റാച്ച്ഡായിട്ട് വരുന്ന അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം നല്ല രീതിയിൽ വലിപ്പം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് നമ്മൾ എത്ര അടി വരുന്ന രീതിയിലുള്ള കട്ടിലാണ് ഇടാൻ തീരുമാനിക്കുന്നത് ആദ്യം നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോമൺലി ചെയ്യുന്നത് 6 അടി വരുന്ന കട്ടിലാണ് നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങൾ കൊടുക്കാറ്. അപ്പോൾ 6 അടി വരുന്ന കട്ടിൽ ആദ്യമേ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോറ് തുറക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡ് ഡോറ് മറഞ്ഞു പോകാത്ത രീതിയിലാണ് സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ എൻട്രൻസിലേക്ക് വരുന്ന സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുത്തത് 130 സെൻറ്റിമീറ്ററിലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടോ ഈ രണ്ട് സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ 6 അടി കട്ടിൽ സെൻറ്ററിലേക്കാണ് ഏകദേശം ഒരു കറക്റ്റ് സെൻറ്ററിലേക്ക് മാറ്റിയിടും. അതായത് രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡ് ടേബിളും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ട് സൈഡ് ടേബിൾ എന്ന് പറയുമ്പോൾ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു സൈഡ് ടേബിളും ഈ സൈഡിലും കട്ടിലിൻ്റെ ഒരു സൈഡും അപ്പുറത്തെ സൈഡ് കട്ടിലിൻ്റെ സൈഡുമായിട്ട് വരും. അപ്പോൾ ഈ സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടത്. അതായത് കട്ടിൽ കഴിഞ്ഞ് സൈഡ് ടേബിൾ വരും, അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തു. അത് കൊടുക്കുന്നത് ഏറ്റവും താഴെ നിന്നും 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തത്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിൾ വരും. അപ്പോൾ സൈഡ് ടേബിളിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കൊടുക്കരുത്, കുറച്ച് ഹൈറ്റിൽ കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്ലഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലഗ് കാര്യങ്ങളൊക്കെ 3 പിൻ സോക്കറ്റൊക്കെ കുത്തുന്ന സമയത്ത് അതിൻ്റെ വയർ ടൈറ്റായി ഒടിഞ്ഞു പോകും, താഴെ ഏറ്റവും ചേര കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിൽക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ പറഞ്ഞ ഹൈറ്റ്. പിന്നെ വരുന്ന എല്ലാ സ്വിച്ച് ബോർഡുകളും നമുക്ക് നോർമൽ ലെവലിൽ വരുന്നത് ഇപ്പോൾ താഴെ കണ്ട ഫുഡ് ലാമ്പ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഏരിയ അത് നമ്മൾ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തത്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ നമുക്കൊരു ലൈറ്റ് വേണമെങ്കിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹീറ്ററിന് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്വിച്ച് ബോർഡ് കൊടുക്കുന്ന സമയത്ത് സ്വിച്ച് ബോർഡുകൾ കറക്റ്റായിട്ട് തേച്ച് നീറ്റായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം മുകളിലെ അഗ്രങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് അടയ്ക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ വരുന്ന മോഡുലാർ പ്ലേറ്റുകളെല്ലാം തന്നെ കറക്റ്റ് സ്വിച്ച് ബോർഡ് കഴിഞ്ഞിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ 1-2 mm മാത്രമേ പുറത്തേക്ക് പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ, അതായത് പുറത്തേക്ക് നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തേപ്പ് കാര്യങ്ങൾ കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. പിന്നെ മാറ്റാവുന്ന ഭയങ്കര റിസ്ക്. പിന്നെ നമ്മൾ ചെയ്യുന്ന സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ ആ സ്വിച്ച് ബോർഡ് അടയ്ക്കുന്ന സമയത്ത് നമ്മളൊരു പുട്ടിയിട്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വിച്ചോ കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ആ സ്വിച്ച് ബോർഡ് അഴിക്കുന്ന സമയത്ത് ആ വാൾ പുട്ടി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോരും. പിന്നെ അതേപോലെ തന്നെ അവിടെ ആ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ അതേ പെയിൻറ്റിങ് കാര്യങ്ങൾ, ഇപ്പോഴത്തെ പെയിൻറ്റിങ് വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരു റൂമിൻ്റെ ഒരു വാളൊക്കെ ചിലപ്പോൾ വ്യത്യാസമുള്ളതായിരിക്കും, വീണ്ടും നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടോ സ്വിച്ച് ബോർഡ് കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെ തേച്ച് ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ പുതിയൊരു വീഡിയോ വയ്ക്കുന്ന സമയത്ത് അതെല്ലാം ഒഴിവാക്കി നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.